അതിൻ്റെ ബിരിയാണി ഒന്ന് നോക്കി നോക്കാം നിങ്ങൾ. സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ബിരിയാണിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി. ആവശ്യം ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അരച്ചത് ഇട്ട് കൊടുക്കുക. ഈ പേസ്റ്റിൽ നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം വേണമെങ്കിൽ മാത്രം. പോയി ഇല്ല പോയിട്ടില്ല കയ്യിലില്ലാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടാവും. ആൻഡ് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിസ്കാണ്ട് എടുക്കുക. പിന്നെ അപ്പുറത്ത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ കത്തിയും കട്ടിമ്പോടൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നോളി, പണിയുണ്ട്. സവാള അരിയൽ കഴിഞ്ഞിട്ട് തക്കാളിയും കൂടെ ആവശ്യമുണ്ട്. തക്കാളിയും കൂടെ അരിയുക. നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പത്തേക്കാണ് വെച്ചിട്ട് ചിക്കൻ മുങ്ങി കിടക്കാൻ മാത്രമുള്ള എണ്ണ അയക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. പിസ്കരുത് ഒരിക്കലും. പിന്നീട് കോഴിയെ വെട്ടി വെച്ച കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് അത് നന്നായിട്ട് പൊരിഞ്ഞു വരുമ്പോൾ കോരി അങ്ങോട്ട് മാറ്റുക. അതെവിടെയെങ്കിലും കയ്യെത്താത്ത സ്ഥലത്ത് എടുത്തേ ചോളി, അല്ലാണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ ആ എണ്ണയിൽ നിന്ന് കുറച്ച് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ആ എണ്ണയ്ക്ക് ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നേരത്തെ ആ ചിക്കൻ എടുത്തേ ചോളി എന്ന് പറയാനുള്ള കാരണം ഇതാണ്. എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാണ് മെല്ലെ തിന്നിട്ടാണ് തീരും. പിന്നെ ആ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച മിക്സ് ഉണ്ട്, അതായത് നമ്മൾ നേരത്തെ ചിക്കൻ ഇട്ട് കൊടുത്തത്, അതേ മിക്സ് ഇത് ഇട്ട് കൊടുക്കുക. അതിന്റെ കയ്യിൽ കിട്ടിയ മസാലപ്പൊടികളെല്ലാം ഇടുക. ചിക്കൻ മസാല ഇടാൻ മറക്കരുത്, കാരണം ചിക്കൻ ബിരിയാണി നല്ല വെക്കണം. പിന്നീട് ചിക്കനും കൂടെ ഇട്ട് തിളച്ച് വരുമ്പോൾ അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. നമുക്ക് ചോറുണ്ടാക്കാനുള്ള സ്പൈസസ് ഒക്കെ എടുക്കാം, അതായത് രമണ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, ഈ വക സാധനങ്ങളൊക്കെ. പിന്നെ അതിൽ കാണുന്ന ഒരു ഇല ഉണ്ടല്ലോ, അതും കൂടി എടുത്തോളി. അത് നന്നായിട്ട് ആളിക്കത്താത്ത അടുപ്പത്തേക്ക് നല്ല മുഞ്ചുള്ള ഒരു ചെമ്പട്ടിയാണ് വെച്ച് കൊടുക്കുക. പിന്നെ അതിക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അതിന്റെ ഒപ്പം വേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ എത്ര റൈസാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് തിളച്ച് വരുമ്പോൾ അതിക്ക് അരി ഇടുക. പിന്നീട് വേറൊരു പാത്രം എടുക്കുക. ചെറുത് മതി, കുറച്ച് വലുതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. 4 ചെറുത് മതി. അതിക്ക് സവാള ഇട്ട് കൊടുക്കുക. പിന്നീട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. തികഞ്ഞില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുക. കൂടി പോകരുത് ഒരിക്കലും. എന്നിട്ട് അത് നല്ലോണം കുത്തി ഇളക്കേണ്ടി എടുക്കുക. പിന്നീട് അതിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്റെ പച്ചമുളക് കുറച്ച് പോയതാണ്, സാരല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, തട്ടിക്കൂട്ടല്ലേ. പിന്നീട് നന്നായിട്ട് മിസ്കാണ്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് സുർക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക, അതായത് വിനീഗർ. പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കിട്ടും. ഇതിനൊക്കെ എന്റെ നാട്ടിൽ സുർക്കുള്ളി എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതിന്റെ മാൻ്റെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി മാത്രമാണ്. ഇതിലേറെ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും, പക്ഷെ അതിന്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബൈ.